സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എവർലാസ്റ്റിംഗ് കിങ്ഡം മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മീറ്റിംഗിന്റെ ഈ രാത്രി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിനെ നന്ദി ഞാൻ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസനും ദാസിയോർത്ത് കർത്താവിനെ നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഈ മീറ്റിങ്ങിനകത്ത് അനുഗ്രഹീതമാകുന്ന ഗാനങ്ങളെ ആലപിച്ച് വർഷിപ്പ് ചെയ്ത കർത്താവിന്റെ ദാസിയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ശക്തമായി കർത്താവ് വീണ്ടും ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കട്ടെ എന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്താൽ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്ന ഈ കൂടിവരവിനകത്ത് പരിശുദ്ധാത്മാവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കട്ടെ എന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. വളരെയേറെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലെ തിരുവചനത്തിലേക്കും തിരുവചന ധ്യാനത്തിലേക്കും കടക്കുവാനായിട്ട് കർത്താവ് ശരണപ്പെടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് നമ്മള് പാട്ടുകളെ പാടിയൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ കർത്താവ് അവസരങ്ങൾ നൽകിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. ഈ മീറ്റിംഗ് വളരെ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. അനേകരുടെ വിടുതലിനും അനേകരുടെ ജീവിതത്തിലെ ഉദ്ധാരണത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. വീഡിയോ ഓണാക്കാൻ കഴിയുന്ന എല്ലാവരും വീഡിയോകൾ ഓണാക്കി തന്നെ ഈ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്ന എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ആയിരിക്കുന്ന മേഖലകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി എന്നോട് ഇടപെടണമേ, വ്യക്തിപരമായും വചനത്തിലൂടെയും പരിശുദ്ധാത്മാവ് ഇടപെടണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഈ രാത്രിയുടെ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു വലിയ ദൈവമഹത്വം വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രിയിൽ കർത്താവ് കൈമാറുവാനിടയായി തീരും. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന സകല പ്രതിസന്ധികൾക്കും മറുപടിയായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ വചനം ആത്മാവിന്റെയും ഹൃദയങ്ങളെയും സാന്ധിമഞ്ചകളെയും പ്രാണനെയും തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം ഈ രാത്രിയിൽ ആമേൻ ഹൃദയങ്ങൾക്കകത്ത് ആമേൻ നമ്മെ കീഴടക്കിയിരിക്കുന്ന ഇരുട്ടിന്റെ തലങ്ങളെ അവയുടെ മേൽ ആധിപത്യം സൃഷ്ടിക്കത്തക്ക നിലകളിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തൊട്ട് സംസാരിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങളോട് വ്യക്തവും വ്യക്തിപരമായി സംസാരിക്കണമേ. തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണം. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ അനുഗ്രഹീതമാകുന്ന രാത്രി നമുക്ക് ഒരുമിച്ച് തിരുവചനത്തിലേക്ക് വേഗത്തിൽ കടക്കുവാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിൽ ആയിരുന്നാട്ടെ. ആമേൻ. സ്തോത്രം. ഞാൻ ഈ കൂടിവരവുകളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അകത്ത് തന്ന ഒരു ചിന്ത, ആമേൻ, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആത്മശക്തിയെ പ്രാപിക്കുക. ഈ കാലഘട്ടങ്ങളിൽ എല്ലാ മേഖലകൾക്കകത്തും കാണാൻ കഴിയുന്ന ഒരു കാര്യം, ജീവിതത്തിന്റെ യാത്രകൾക്കകത്ത്, ക്രിസ്തീയ ജീവിതത്തിന്റെ സമസ്ത മേഖലകൾക്കകത്തും യാത്രകൾക്കകത്തും ആരംഭിച്ച ഊർജം, ആർജവത്വം എന്നില്ലാതെ പലരും തളർന്നും മയങ്ങിയും പോയിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത്. പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. ആരാധനയുണ്ടോ?
ഉണ്ട്. പ്രവചന ശബ്ദമുണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ക്ഷീണിച്ചിരിക്കുന്ന അനുഭവങ്ങൾ, ദൈവത്തിൽ നിന്നും കേട്ട ദൈവശബ്ദങ്ങളെ സ്വീകരിക്കാനും അതിനെ റിവീൽ ചെയ്യാനും അതിനെ പുറത്തെടുക്കാനും കഴിയാത്ത ഒരു തളർന്ന അനുഭവങ്ങൾ, ഇന്ന് രാത്രിയിൽ ആ മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ ശക്തീകരിക്കുവാനിടയായി തീരും. ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, തകർന്നിരിക്കുന്ന അനുഭവങ്ങൾ ഏതു മേഖലകളിലാണോ, എവിടെയാണോ തകർച്ച അനുഭവിച്ച് ഉഴൽച്ചകൾ അനുഭവിച്ചിരിക്കുന്നത്, ആ സമസ്ത മേഖലകൾക്കകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി സമസ്ത മേഖലകളിലേക്ക് ഇറങ്ങി വന്നിന്ന് രാത്രി കർത്താവ് ഇന്ന് രാത്രി ചിലർ ശക്തീകരിക്കുവാനിടയായി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില വ്യക്തി ജീവിതങ്ങൾക്കകത്ത് ഇതുവരെ സംഭവിക്കാത്ത അസാധാരണമായ ആത്മപകർച്ച ഇന്ന് രാത്രിയിൽ ചിലരുടെ മേൽ കർത്താവ് കൈമാറും എന്നുള്ളതിന് ഇന്ന് രാത്രി ധൈര്യത്തോടെ ഉറപ്പോടെ ഈ രാത്രിയിൽ ആമേൻ ഇരിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ആമേൻ. ഇത് ഈ മീറ്റിംഗ് ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവരുണ്ട്, ലൈവിൽ വാച്ച് ചെയ്യുന്നവരുണ്ട്. ഇന്ന് രാത്രി ഞാൻ അവരോടുകൂടെ ആത്മാവിൽ വിളിച്ചു പറയും, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ സമസ്ത മേഖലകൾക്കകത്ത് നിങ്ങൾ പോലും അറിയാതെ എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തമാക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങളുടെ കൈമാറ്റങ്ങൾ, ആത്മനിയോഗങ്ങളിൽ ശക്തീകരിക്കപ്പെടാൻ കഴിയുന്ന ഉയരത്തിലെ ശക്തി ഇന്ന് രാത്രിയിൽ നാം പോലും അറിയാതെ ഈ മീറ്റിംഗിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോട് കൂടെ വേണം നമ്മൾ ഒരുമിച്ച് ഇരിക്കാനായിട്ട്. ഒത്തിരി മീറ്റിങ്ങുകൾ കൂടി എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലേ? ഉണ്ട്. ഇഷ്ടം പോലെ ഓൺലൈൻ മീറ്റിങ്ങുകൾ കൂടി എക്സ്പീരിയൻസ് നമുക്ക് പറയാനുണ്ട്. ആമേൻ. അതുകൊണ്ട് ഒരു വചനം എടുക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ കൺക്ലൂഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും അപ്രകാരം ഇരിക്കരുത്. ഇന്ന് രാത്രി കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനിടയായി തീരണം. ആമേൻ. ഒരു ദൈവദാസൻ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുവാനാ കയറുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് പ്രസംഗിക്കുന്നതെന്ന് കരുതി എന്താണ് നോക്കി കയറുന്നവരുണ്ട്. ആമേൻ. അപ്പൊ കുറെ നേരം കഴിയുമ്പോൾ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ചിലര് റിമൂവ് ആകും, ചിലരെന്ത് ചെയ്യും? മറ്റു കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, സമസ്ത മേഖലകളെയും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നത് സമസ്ത മേഖലകളെയും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ മീറ്റിംഗ് മാത്രമല്ല, ഇത് കഴിയുമ്പോഴും ഈ പ്രയറിന്റെ റിസൾട്ടുകൾ അടുത്ത ദിവസങ്ങളിൽ കാണത്തക്ക നിലകളിൽ, കേൾക്കത്തക്ക നിലകളിൽ, ഇത് ഈ മീറ്റിംഗ് ആശീർവാദം പറഞ്ഞു നിർത്തുമ്പോൾ തീരുന്നൊരു ദൈവപ്രവൃത്തിയല്ല, അവസാനിക്കുന്ന ഒരാത്മപകർച്ചയല്ല. അതിനേക്കാൾ അപ്പുറമായി ഞാൻ വിശ്വസിക്കുന്നത്, ഇന്ന് രാത്രിയിൽ ഈ പ്രയർ കഴിഞ്ഞ ആശീർവാദം പറഞ്ഞാലും നിങ്ങൾ ഇന്ന് രാത്രിയിൽ ആമേൻ ഭവനങ്ങൾക്കകത്ത് ഉറങ്ങാൻ വിശ്രമിക്കാൻ കിടന്നാലും ഈ രാത്രിയിൽ ആത്മശക്തിയുടെ പ്രവാഹങ്ങൾ കിടക്കുന്ന കിടപ്പറകൾക്കും പ്രാർത്ഥന മുറിക്കകത്തും വ്യാപരിക്കത്തക്ക നിലകളിൽ ഇന്ന് രാത്രിയിൽ ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടുവാനിടയായി. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുക. ആമേൻ. ഈ ഞാൻ ഇന്ന് രാത്രി എടുക്കുന്ന ഒരു വചനം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക, എന്നോട് പറയുകയും ചെയ്യുന്ന ഒരു ദൈവവചനമാണ് ആത്മാവിന്റെ നിറവ് എന്നുള്ളൊരു വിഷയം. നിറവ് എന്നൊരു വിഷയം കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഓൺലൈനിൽ കണക്ട് ആകുമ്പോൾ കർത്താവ് എൻ്റെ അകത്ത് തന്നൊരു വേടാണ് ആമേൻ, നിറവ് എന്നുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്തും നമുക്ക് വളരെ സവിസ്തരം കാണാൻ കഴിയുന്ന ഒരു വാക്യമാണ്. ആമേൻ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ശൂന്യമാകുന്ന പടകിന് നിറയ്ക്കുന്ന കർത്താവ്. അതൊരു നിറവിന്റെ, അതല്ല എൻ്റെ വിഷയമെങ്കിലും ആമേൻ, അത് നിറവുമായി ബന്ധപ്പെട്ട ഒരു വാക്യമായതുകൊണ്ട് ആമേൻ,
അതിങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അവിടെ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയും, ഇതിന് സ്തോത്രം, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ 6-ാമത്തെ വാക്യം: ഇങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അതൊരു നിറവിന്റെ ഒരു വാക്കാണ്. നിറയ്ക്കുക എന്നൊരു വിഷയമായി ബന്ധപ്പെട്ട് പത്രോസിന്റെ പടകിനെ നിറയ്ക്കുന്ന ഒരു സബ്ജക്റ്റാണ്, പടകിനെ നിറയ്ക്കുക. അത്യന്തികമായിട്ട് കർത്താവിന്റെ പ്രവർത്തന മേഖലകൾ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഒരു നിറവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിലേ നമ്മുടെ അകത്ത് വരുന്നൊരു കാര്യമാണ്, ഭൗതിക തലങ്ങൾക്കകത്ത് എന്തെങ്കിലും നിറവുണ്ടാകും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആകുന്നത് നമ്മുടെ ഭൗതിക തലങ്ങളിലുള്ള ശൂന്യതകളാണ് നമ്മുടെ ജീവിതത്തിന്റെ യാത്രകൾക്കകത്ത് എപ്പോഴും എഫക്റ്റീവായി നമ്മെ ബാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ആമേൻ. ഇപ്പോ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മുടെ ജോലിയില്, നമ്മുടെ മിനിസ്ട്രിയില് കാണത്തക്ക നിലകളിൽ ഒരു റിസൾട്ട് ഇല്ല എങ്കിൽ, കാണത്തക്ക നിലകളിൽ ഒരു നിറവില്ല എങ്കിൽ അത് നമ്മെ വ്യക്തമായിട്ട് ബാധിക്കുവാനിടയായിത്തീരും. അമ്മേൻ. വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ട് സമ്പാദിക്കാൻ കഴിയാതെ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, ഒന്നും സമ്പാദിക്കാൻ, ഒരു വീട് മേടിക്കാനോ ഒരു വാഹനം മേടിക്കാനോ ഒരു എന്തെങ്കിലും ഒരു ഡിപ്പോസിറ്റ് ഇല്ല എങ്കിൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും വർഷം നീ ജോലി ചെയ്തിട്ട് നിനക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലേ? ഡിപ്പോസിറ്റ് ഇല്ലല്ലോ, ശൂന്യതയാണല്ലോ. അപ്പൊ നമ്മുടെ മനസ്സെപ്പോഴും കാണുകയും പറയുകയും മറ്റുള്ളവർ പറയുകയും ചെയ്യുന്നത്, നിനക്കൊരു കാണത്തക്ക റിസൾട്ട് ഇല്ല, അത് നിറവില്ലാത്തത് കൊണ്ടാണ്. ഒരു മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കാലാകാലങ്ങളായി ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷെ അതിനകത്ത് കാണത്തക്ക ഒരു ചലനം നടക്കുന്നില്ല. എപ്പോഴും ഈ ഒരു സ്റ്റെക്കായി നിൽക്കുന്ന അനുഭവമാണ്. ഒരു നിറവിനെ കാണാൻ കഴിയുന്നില്ല, മിനിസ്ട്രിക്കകത്ത് കാണാൻ കഴിയുന്നില്ല. നമ്മളെല്ലാം നോക്കുന്നത് നിറവെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുന്നത് ആത്യന്തികമായിട്ട് ഭൗതിക തലത്തിൽ കാണത്തക്ക നിലകളിലുള്ള നിറവിനെയാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്നെ കാണത്തക്ക നിലകളിലുള്ള നിറവിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നീരിക്കുന്ന, ചലിക്കുന്ന, സഞ്ചരിക്കുന്ന സമസ്ത മേഖലകൾക്കകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി വചനം പറയുമ്പോൾ ഏതൊക്കെയോ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇതിനെ ഈ വചനത്തെ കർത്താവ് അയക്കുകയും, ഞാൻ ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ ഏതൊക്കെ ശൂന്യമായിരിക്കുന്ന അനുഭവങ്ങൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, തലമുറകളില്ലാതെ വിവാഹിതരായിട്ട് തലമുറകളില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടെ അകത്തേക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി രാത്രി ഇറങ്ങി വന്ന് ഇന്ന് രാത്രി ശൂന്യതകളെ നിറവായി നിൽക്കാൻ കഴിയുന്നല്ലേ. ഓ റബാന ഹന്ദന റീകമന ശെതൽമനാഥന. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ നിറവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ടെസ്റ്റ് മണി, ഒരു സാക്ഷ്യം ഞാൻ ഇന്ന് രാത്രി പറയാം. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒരു പെൺകുട്ടി വിശ്വാസത്തിനകത്ത് കടന്നു വന്നു, വിശ്വാസത്തിലോട്ട് കടന്നു വന്നു. അവൾ ആദ്യമായിട്ട് അവളാണ് വീട്ടിനകത്തോട്ട് കടന്നു വരുന്നത്. ആ വീട്ടിനകത്തോട്ട് ഒരു പ്രയറുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ആ വീട്ടിനകത്തോട്ട് ചെല്ലുമ്പോൾ, ജീവിതത്തിന്റെ അകത്ത് തകർച്ചയുടെ നടുവിൽ നിന്ന് വിവാഹാനന്തരം വീടിനകത്ത് നിൽക്കുമ്പോൾ, മരിക്കുവാൻ വേണ്ടി ഭവനത്തിനകത്ത് നിൽക്കുന്ന ആ സിസ്റ്റർ ചെന്ന് ദൈവാത്മാവ് ചില കാര്യങ്ങൾ പറഞ്ഞു. അവളുടെ ലൈഫിനകത്ത് പ്രസന്റ് ടൈമിലും അവളുടെ ലൈഫിനകത്ത് കടന്നുപോയ ടൈമിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വള്ളിപുള്ളി തെറ്റാതെ ഓരോ കാര്യങ്ങൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിനകത്ത് സംഭവിക്കുന്ന എന്തിനെ കുറിച്ചും പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടപ്പോൾ അവളെ പരിശുദ്ധാത്മാവ് തൊടുവാനിടയായി തീർന്നു. വിവാഹം കഴിച്ചിട്ട് 4 വർഷമായി തലമുറകളില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനക്കൊരു തലമുറ കർത്താവ് നൽകാൻ പോകുന്നു. നിന്റെ ലൈഫിനകത്ത് അസാധാരണമായ മാറ്റങ്ങൾ ദൈവം തരും. അവൾ അത് വിശ്വസിച്ചു. 4 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പക്ഷേ തലമുറയില്ല. ഞാൻ ആത്മാവിൽ
കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചിട്ട് സിസ്റ്ററോട് പറയുന്നുണ്ട്, നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു നിറവ് വെളിപ്പെടുവാനുണ്ട്, നിനക്കൊരു വാഗ്ദത്ത തലമുറ ദൈവം തരും എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ആമേൻ. 5-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ ചർച്ചിനകത്ത് ആ സിസ്റ്റർ ഒരു പെൺ തലമുറയുമായിട്ടാണ് ഞങ്ങളുടെ ചർച്ചിനകത്ത് ആരാധിക്കാൻ വരുന്നത്. ആമേൻ. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞതിന്റെ കാരണം, ദൈവശബ്ദം നിറവുണ്ടെന്ന് പറഞ്ഞാലും ആമേൻ കാണത്തക്ക നിലയിൽ ഒരു റിസൾട്ട് കാണുന്നില്ല. വർഷങ്ങളായി പ്രാർത്ഥിക്കുക, റിസൾട്ട് ഇല്ല. പക്ഷേ ഇന്ന് രാത്രി സ്വർഗം പറയും, നിന്റെ സമസ്ത മേഖലകൾക്കകത്ത് കാണത്തക്ക നിലകളിൽ ഒരു റിസൾട്ടിനെ പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ പോകുന്നു. അതാണ് പത്രോസിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആമേൻ. ശൂന്യമായ പടകിനകത്തേക്ക് യേശു പ്രവേശിക്കുന്നു. ആ പടകിനകത്തേക്ക് യേശു പ്രവേശിച്ചു നിൽക്കുമ്പോൾ ആത്മാവിൽ കർത്താവ് മനസ്സിലാക്കി, ഇവനൊരു ശൂന്യതയ്ക്കകത്ത് നിൽക്കുന്നത്, ഇവന്റെ പടകിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമില്ല, ശൂന്യമാണ്. അവന്റെ ലൈഫും ശൂന്യമാണ്, അവന്റെ പടകും ശൂന്യമാണ്. നമ്മൾ പറയുന്നത് ടോട്ടലി എംപ്റ്റി ലൈഫാണ് പത്രോസിന്റെ ലൈഫ്. പക്ഷേ ആ പടകിനകത്തേക്ക് യേശു വന്നത് എന്തിനാണെന്നറിയാമോ? ഒരു നിറവ് നൽകാനാ. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വേള ഒരു മീറ്റിങ്ങിന്റെ ലിങ്ക് കിട്ടി, ഒരു സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് നിങ്ങൾക്ക് കർത്താവിന്റെ അയച്ചു തന്നു. ആ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്തു, കേറി. യാദർശികമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള ദൈവദാസനായിരിക്കാം, നിങ്ങൾക്ക് പരിചയമുള്ള ദൈവദാസിയും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആമേൻ, സ്തോത്രം, എത്ര ആമേൻ യാദർശികമാണെന്നും അറിഞ്ഞും അറിയാതെയും ഒക്കെ ജോയിൻ ചെയ്താണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിത പടകിനകത്തേക്ക് ഇന്ന് രാത്രിയിൽ കർത്താവ് ആമേൻ സ്റ്റെപ്പ് എടുത്തു വെച്ചത് ശൂന്യതയിലേക്ക് തള്ളിവിടാനല്ല, ശൂന്യതകളെ നിറവാക്കി മാറ്റാനാണ്. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. കാരണം ഈ രാത്രിയിൽ ഇത് നിറവിന്റെ രാത്രിയാണ്, ശൂന്യതകളെ നിറവാക്കി മാറ്റുന്ന രാത്രിയാണ്. ഈ 2026 കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശൂന്യതയുടെ തകർച്ചകളുടെ ചില മേഖലകളെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അസാധാരണമായ നിറവിനകത്തേക്ക്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും, പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ കർത്താവിനെ കാണിക്കുന്നു. ഈ രോധ ജോൺ എന്ന് പറയുന്ന ആ ആന്റിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ പറയുന്നു, കഴിഞ്ഞ ചില വർഷങ്ങളുമായിട്ട് ശൂന്യതയ്ക്കകത്ത് നിൽക്കുന്ന ചില മേഖലകളെ അവൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഒരു നിറവിന്റെ അനുഭവത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ്. അതെന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. ഈ പത്രോസ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ആരാധിച്ചു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യതകൾക്കകത്ത് ഒരു ഭയങ്കര നിറവിനെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട്, ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട കർത്താവ് പറയുന്നു, അതിനകത്തൊരു ഭയങ്കര നിറവിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കർത്താവ് കൊണ്ടുപോവുകയാണ്. വിശ്വസിച്ചോ? കർത്താവിനോട് പറയുന്നു, ആ നിറവ് സാധാരണമായിട്ടല്ല, കഴിഞ്ഞ കാലങ്ങളിലെ ശൂന്യതകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ വെളിപ്പെടാത്ത അസാധാരണമായ നിറവിലേക്കാണ് പരിശുദ്ധാത്മാവ് ആ കുടുംബത്തെ കർത്താവ് നയിക്കുന്നത്. ആമേൻ. ഞാൻ ആ വചനത്തിലേക്ക് വേഗത്തിൽ കടന്നു വരട്ടെ. ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഈ നിറവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്ന ഒരു വചനം എങ്ങനെയാണ്? ആമേൻ, സ്തോത്രം. അധ്യായത്തിനകത്ത് അവർ അങ്ങനെ ചെയ്തപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. യേശുവിന്റെ വാക്കനുസരിച്ച ചെയ്യുന്നത്. എന്നാൽ ഇതേ നിറവുമായി ബന്ധപ്പെട്ട് സെയിം നിറവിനെ ഈ പടകിനകത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചൊരു വചനമാണ്, ആമേൻ, കാണാൻ കഴിയുന്നത്. രാത്രി മുഴുവനും അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഇത് അവരുടെ വ്യക്തമായ, ഈ പത്രോസിന്റെ വ്യക്തമായ നഷ്ടത്തെ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രസന്റ് ടൈമിനെ യേശുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യമാണ്. യേശുവിന് അറിയാലോ പടക് ശൂന്യമാണെന്ന്.
ഒന്നും കിട്ടിയില്ല എന്ന് യേശുവിൻ അറിയാമല്ലോ. പക്ഷേ ഒരു കാര്യം, പത്രോസേ, നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറയണം. ദാരിദ്ര്യം പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ദാരിദ്ര്യം പറയുന്ന കാര്യമല്ല പറയുന്നത്, മറിച്ച് കർത്താവ് നിന്നോട് പറയുമ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ആ വാക്ക് വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അകത്ത് തന്നൊരു ചിന്ത എന്ന് പറയുന്നത്, ഈ ഒന്നും കിട്ടിയില്ല, ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ അവൻ അവിടെ കാണത്തില്ല. ദൂത് പറയാ, ഇന്നലകളിൽ നിന്റെ ലൈഫിനകത്ത് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഒന്നും കിട്ടാത്തതിനായിട്ട് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് ആ ജോലി ലഭിക്കാത്തതിനായിട്ട് സ്തോത്രം പറയാൻ പറ്റൂ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. പ്രാർത്ഥിച്ചിട്ട് ആ ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതിനകത്ത് ഒരു മറുപടിയും കാണാൻ കഴിയുന്നില്ല. ഒരാമയും പറയാൻ പറ്റുമോ അതിന്? ഇന്നലകളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കകത്ത് വളരെ ശൂന്യതയാണ്, ഒന്നും കിട്ടിയിട്ടില്ല. ഒരാമയും പറയാൻ പറ്റൂ? പറ്റത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തുറന്നങ്ങ് സമ്മതിക്കാൻ പറ്റത്തില്ല. പക്ഷെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസ് തുറന്നങ്ങ് സമ്മതിക്കുക, കർത്താവേ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് സമ്മതിച്ച ആ നിമിഷം പത്രോസ് പറഞ്ഞ അടുത്തൊരു വേടമുണ്ട്, എങ്കിലും നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അതൊരു സറണ്ടറിങ് മൈൻഡാണ്. ഈ രാത്രി നിറവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വെറുതെ നിറക്കിയല്ല കർത്താവ്, ഈ രാത്രി ഒരു നമ്മളൊന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒന്നൊന്ന് തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, മുഴുവനും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിലകത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മളൊന്ന് തയ്യാറാകുന്നുവെങ്കിൽ, ഈ രാത്രിയിൽ ഒരു കാര്യം ഉറപ്പായി, ഇതുവരെ നിറയാത്ത നിറവ് നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കിക്കേ, പത്രോസ് പറയുന്ന ഒറ്റ വേടാണ്, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ നിന്റെ വാക്കിന് വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഈ വേട് സംസാരിക്കാൻ വന്നല്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അകത്ത് പെട്ടെന്ന് ആ ചിന്തയെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ആ ദൂതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ആമേൻ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ആമേൻ, ഈ പത്രോസിനോടും ശിഷ്യന്മാരോടല്ല യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ആമേൻ. ആ കാത്തിരിപ്പ് ജീവിതത്തിന്റെ അകത്ത് വെറുതെ ആകത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരുണ്ടോ? ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, സമസ്ത മേഖലകൾക്കകത്ത് നിറവ്. ഏത് നിറവ്? ഫിസിക്കലി ഉള്ള നിറവിനേക്കാൾ അപ്പുറമായി നമ്മുടെ മേൽ, ആമേൻ, ഒരു സ്പിരിച്വൽ ഫീലിംഗ് ഉണ്ടാകട്ടെ. സ്പിരിച്വൽ ഫീലിംഗ് ഉണ്ടായാൽ നിങ്ങളുടെ ഭൗതിക തലത്തിനകത്ത് നിറവുണ്ടാകും. സ്തോത്രം. ശ്രദ്ധിച്ചേ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആ ആദ്യത്തെ അനുഭവത്തിനകത്ത് നിൽക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനകത്ത് ഭയങ്കര ഡൈവർസ് നടക്കുമായിരുന്നു. ഭയങ്കര പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും കർത്താവ് അപ്പം തരും. ഇപ്പോഴും കർത്താവ് തരാൻ ശക്തനാണ്. ഇപ്പോഴും ദൈവത്തിന് തരാനായി, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട പ്രാർത്ഥനയുടെ മറുപടി തരാതെ ഇരിക്കാനായിട്ട് ദൈവം അശക്തനല്ല, ശക്തനാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആമേൻ, ജനിച്ചു വീഴുമ്പോൾ തന്നെ കട്ടിയായ ആഹാരമല്ല, ചോദിക്കുമ്പോൾ തന്നെ ആഹാരമുണ്ട്. എന്നാൽ വളർന്നതിന് ശേഷം പക്വതയിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ച് ആഹാരം കിട്ടുന്നു. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഈ രാത്രി, ആമേൻ, രക്ഷിക്കപ്പെട്ട സമയത്ത് നീ ആത്മാവിൽ ശക്തീകരിക്കപ്പെടാനും നിലനിൽക്കുന്നതിനും വേണ്ടി നീ ചോദിക്കുമ്പോൾ തന്നെ കർത്താവ് നിന്റെ കരത്തിനകത്ത് പ്രാർത്ഥനയുടെ റിസൾട്ട് അതത് സമയത്ത് തന്നുകൊണ്ടിരുന്നു. എന്നാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും,
പോകയിൽ ആമേൻ കുറെ നാളുകൾ കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിൽക്കുമ്പോൾ ചോദിക്കുന്നത് എല്ലാ കാര്യവും ലഭിക്കത്തില്ല. ചോദിച്ചുകൊണ്ടേ ഇരുന്ന് പ്രാർത്ഥിച്ചു ഉപവസിച്ചും വിഷയത്തിന് വേണ്ടി ഇരുന്നും ഒക്കെ ഇരുന്ന് കുറെ കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകുക. ആമേൻ. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം നോക്കിക്കേ. ആമേൻ. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ പടകിനകത്ത് നിറവുണ്ടായപ്പോൾ തന്റെ മുഴുവനും അറ്റൻഷനും പോയത് പടകിനകത്ത് മീനിലേക്കല്ല, മറിച്ച് തന്റെ മുഴുവനും അറ്റൻഷനും പോയത് ഈ പടകിനകത്ത് നിറവിനെ നൽകിയ ക്രിസ്തുവിലേക്കാണ് അവന്റെ അറ്റൻഷൻ പോയത്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അറ്റൻഷൻ എവിടെയാണ്? നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? ഇന്ന് രാത്രി ക്രിസ്തുവിലാണെങ്കിൽ ആ ക്രിസ്തു നിങ്ങളെ പടക്കിനെ നിറച്ചതിനേക്കാൾ അപ്പുറമായി നിങ്ങളുടെ അകത്ത് ആത്മ മനുഷ്യനിൽ നിറവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ ഈ വചനത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഈ നിറവുമായി ബന്ധപ്പെട്ട് ഒരു നിറവ് വരുമ്പോൾ പത്രോസ് എന്ന് പറയുന്ന ക്യാരക്ടർ, പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. പടകിനകത്ത് വലിയ നിറവ്. എന്നാൽ പെന്തക്കോസ്ത് നാളിനകത്ത് എഴുന്നേറ്റ് നിന്ന് വചനത്തെ ശുശ്രൂഷിക്കുന്ന പത്രോസിന്റെ കാൽ കീഴെ സകല സമ്പാദ്യങ്ങളും ആളുകൾ കൊണ്ടുവെക്കുക. സ്തോത്രം. ആമേൻ. ഞാൻ പറയട്ടെ, ഈ ശുശ്രൂഷ എന്നതും അല്ലെങ്കിൽ ഈ നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഗിഫ്റ്റുകൾ എന്നുള്ളത് ഒരിക്കലും പണസമ്പാദ്യത്തിന് വേണ്ടിയുള്ളതല്ല. പണസമ്പാദ്യത്തിന് വേണ്ടിയുള്ളതല്ല. മറിച്ച് ശ്രദ്ധിക്കണം. ആമേൻ. പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ ശുശ്രൂഷയ്ക്കകത്ത് ശക്തമായ ഡെലിവറി നടക്കുക. ശക്തമായ ശുശ്രൂഷ. നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുന്നു. റൂമാല് ഒത്തിരി ഇടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. ഭയങ്കര മൈറ്റി ഹീലിംഗ് നടക്കുന്നു. ഇതുവരെ നടക്കാത്ത ഹീലിംഗ് നടക്കുക. അങ്ങനെ ഹീലിംഗ് നടക്കുമ്പോൾ തന്നെ എല്ലാം പൊതുവകയെന്നെണ്ണി സഭയ്ക്കകത്ത് കൊണ്ടുവന്ന സമ്പാദ്യങ്ങൾ മുഴുവനും പത്രോസിന്റെയും യോഹന്നാന്റെ കാൽ കീഴെ വെച്ചു. ആമേൻ. അത് വെക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു. ഒറ്റ കാരണമുള്ളൂ. ആമേൻ. തുടക്കം പത്രോസിന്റെ പടകിനകത്ത് നിറഞ്ഞ ആ നിറവിനകത്ത് ഈ ലക്ഷ്യം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആയിരുന്നത് കൊണ്ട് ആമേൻ. നോക്കിക്കേ, മുഴുവനും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും കാൽ കീഴെ വന്നിട്ടും ആമേൻ പത്രോസ് അതിലേക്ക് നോക്കിയില്ല. നോക്കിയത് ക്രിസ്തുവിലേക്കാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, എത്ര വലിയ നേട്ടങ്ങൾ നിന്റെ ലൈഫിനകത്തുണ്ടായാലും ക്രിസ്തുവിലേക്കുള്ള നോട്ടത്തെ വിട്ട് നീ പോകരുത്. ഹല്ലേലൂയ. പലരും ഇന്ന് രാത്രിയിൽ നോക്കിക്കേ, പലരുടെയും ഓട്ടങ്ങൾ നിന്നുപോയത്, പലരുടെയും ഓട്ടങ്ങൾ താറുമാറായത്, പലരുടെയും ഓട്ടങ്ങൾ ബ്രേക്ക് ആയത്, സ്റ്റക്ക് ആയത്, ഓടാൻ കഴിയാതെ പാതി വഴിയിൽ നിന്നുപോയതിന്റെ കാരണം നോട്ടത്തെ തെറ്റിപ്പോയി. നോട്ടം മാറിപ്പോയി. ലക്ഷ്യം മാറി. ലക്ഷ്യം മാറുമ്പോ ഓട്ടത്തിന്റെ വേഗത വർദ്ധിക്കും. അതുകൊണ്ട് പൗലോസിന്റെ വാക്ക് വളരെ പ്രസക്തമാണ്. മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് പുറകിനുള്ളതിനെ മറന്നുകൊണ്ട് ഓടുക. മനസ്സിലാകുന്നുണ്ട്? ഈ ദൂതിനെ പരിശുദ്ധാത്മാവ് തിരിക്കുകയാണ്. എനിക്കറിയത്തില്ല. കർത്താവ് പറയുന്നു, എവിടെയൊക്കെ ലക്ഷ്യം തെറ്റി ഓടിയ മേഖല ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് രാത്രി തിരിച്ചു കയറിക്കണം. നിനക്ക് വേണ്ടതെല്ലാം നിന്റെ ഓട്ടത്തിനകത്ത് കർത്താവ് കൂട്ടിച്ചേർക്കും. ഓ റാബാ ഠായ മാസാന നീ അതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതില്ല. നിന്നോട് കൂടെ ചേരേണ്ടതിനെ ദൈവം ചേർത്തുകൊള്ളും. പക്ഷേ ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഈ രാത്രിയിൽ അവൻ പരിശുദ്ധാത്മാവ് അവൻ ചില ഓട്ടത്തെ തെറ്റിപ്പോയതിനെ ഈ രാത്രി കറക്റ്റ് റൂട്ടിലേക്ക് ഈ രാത്രി പരിശുദ്ധാത്മാവ് കൃത്യമായി കൊണ്ടുവരുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് ഇന്ന് രാത്രി പറഞ്ഞല്ലോ. അതിന് ആമേൻ പറയാൻ എത്ര പേർക്ക് തയ്യാറാകും? ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയൊക്കെ ഡൈവേർട്ട് ആയി പോയി, എവിടെയൊക്കെ തിരിഞ്ഞു പോയി, എവിടെയൊക്കെ തിരിവുകൾ സംഭവിച്ചു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, തിരിഞ്ഞു പോയി നീ തകരുന്നതിന് മുൻപേ ദൈവം നിന്നെ യഥാർത്ഥ റൂട്ടിലേക്ക് ഇന്ന് രാത്രി കയറ്റി വിട്ടിട്ട് നിന്നെ ഓടാൻ കഴിയുന്ന ശക്തി, ഓടാൻ കഴിയുന്ന ശക്തി ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ഏലിയാവിനെ കുറിച്ചൊരു ചിന്ത തരികയാണ്. ദൈവം ഏലിയാവിനോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്. ആമേൻ, സ്തോത്രം. കെരീത്തിന്റെ ചോട്ടിൽ നിന്നെ അവിടെ വെച്ച് നിന്റെ ആത്മാവിനെ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞല്ല വിളിച്ചത്, മറിച്ച് നിനക്കൊരു ദൂരയാത്രയുണ്ട്, നീ അരമുറയ്ക്ക് ഓട് എന്ന് പറഞ്ഞാണ് അവനെ കർമ്മേലിന്റെ പർവ്വതത്തിൽ നിന്നും ആഹാബിന്റെ രഥങ്ങൾക്ക് മുൻപിൽ ഓടിച്ച് കയറ്റി അവനെ ഓടിച്ചു വിടുന്നു. പക്ഷേ ആ യാത്രയുടെ നടുവിൽ എവിടെയൊക്കെയോ അപശബ്ദങ്ങൾ കേട്ടു. ആ ശബ്ദങ്ങൾ നിമിത്തമായിട്ട് ആ ചൂരച്ചെടിയുടെ കീഴിൽ തളർന്ന് ഉറങ്ങി പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ അതരത്തിനകത്ത് നിന്ന് ഉരുവിടുകയാണ്. അതേ, മതി യഹോവേ മതി. ഇന്ന് രാത്രിയിൽ എവിടെയൊക്കെയോ മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട പ്രാർത്ഥനയുടെ നടുവിൽ നിന്നെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാതെ വണ്ണം ഏതൊക്കെയോ അപശബ്ദങ്ങൾ, വാക്കുകൾ, അതേ നീ കേൾക്കേണ്ടാത്തതായ ചില വാക്കുകൾ നിന്റെ കാതുകൾക്കകത്ത് മുഴങ്ങിക്കേട്ടിട്ട് അത് പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഓടുന്നെങ്കിൽ ഓട്ടത്തിന്റെ നടുവിൽ എവിടെയോ ഏതൊക്കെയോ തണലിന്റെ നടുവിൽ കിടന്നുകൊണ്ട് മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രാത്രിയിൽ സ്വർഗം പറയുന്നു, നിന്നെ തട്ടി ഉണർത്താൻ സ്വർഗത്തിന്റെ ദൂതൻ ഈ രാത്രി ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇല്ല, നീ ഇവിടം കൊണ്ട് തീരത്തില്ല, നീ ഇവിടം കൊണ്ട് ഒരു ഇസബേലിന്റെ വാക്കിനകത്ത് ഒതുങ്ങി തീരത്തില്ല, നിന്നെ വെട്ടിക്കളയാൻ ഇസബേലിയ വാളുകൾക്ക് കഴിയത്തില്ല ഏലിയാവേ. അടറമാന ഹപ്പനിയാന്തന. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു നിന്റെ ഈ യാത്രക്കകത്ത്. അതേ, നീ ഇസബേലിയ വാളുകൾക്കകത്ത് തീർന്നു പോകേണ്ടവനോ അല്ല. ഇന്ന് രാത്രി നിന്റെ യാത്രക്കകത്ത് ഒരു ലക്ഷ്യമുണ്ട്. ദൈവം നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞ ഒരു ലക്ഷ്യമുണ്ട്. അത് യോർദാനെ അടിച്ചു കയറി ഇസ്രായേലിന്റെ തേരും തേരാളിയുമായി യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അതേ ചുഴലിൽ കാറ്റിൽ ഏലിയാവിനെ എടുത്തുകൊണ്ടുപോകുന്ന അടുത്തൊരു തലമുണ്ടെന്ന് മനസ്സിലാക്കാതെ അത് ഇസ്രായേലിന് വേണ്ടി ഒരു ഏലിയാവിന്റെ ശുശ്രൂഷാനന്തരം ഒരു ഏലീശയെ ആത്മാവിൽ അഭിഷേകം ചെയ്യണമെന്ന്, ഒരു ഇരട്ടി പുതപ്പിനെ കൈമാറണമെന്ന്, ആ പുതപ്പ് സ്വർഗത്തിലേക്ക് ഉയർന്നു പൊങ്ങുമ്പോൾ അതിനെ ഇരട്ടി പങ്ക് കൈമാറി അത് കൃത്യമായി ഏലീശയുടെ മേൽ തന്നെ ഉയരണമെന്ന് ദൈവിക പദ്ധതികളുടെ യാത്രകളുടെ നടുവിൽ പകുതി വെച്ച് ഒരുവൻ പ്രാർത്ഥിച്ച ആശീർവാദം പറയാൻ ശ്രമിക്കുക. പക്ഷെ പരിശുദ്ധൻ പറയുന്നത്, ഇല്ല, ഏലിയാവ് തീരത്തില്ല. എന്തോ ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മ വളരെ ശക്തമായി പറയുന്നു, നീ അവസാനിപ്പിക്കാൻ മതി എന്ന് പറഞ്ഞ് നടത്തിയ പ്രാർത്ഥനകളെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഇല്ല, തീരത്തില്ല, ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല, അവിടം കൊണ്ട് തീർന്നു പോകത്തില്ല. ഇന്ന് രാത്രി നീ അവിടം കൊണ്ട് അവസാനിപ്പിച്ച് ഒതുക്കി നീ അവിടം കൊണ്ട് തീരുമെന്ന് പറഞ്ഞെടുത്ത് സ്വർഗം പറയുന്നു, ഇല്ല, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങി വന്ന് നിന്നെ തട്ടി ഉണർപ്പിച്ച് ഓടാൻ കഴിയുന്ന ആത്മബലത്തെ ഈ രാത്രിയിൽ ഈ സൂം മീറ്റിങ്ങിനകത്തിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ കൈമാറി ഇത് രാത്രി എഴുന്നേൽപ്പിക്കുകയാ. റോഷധന ബൗഢാരമ റിവർത്തന വൈഡപ്രവേനിയ ശുഖധന ദീപിത്തനാദന. ഞാൻ ഇന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണം മതി എന്ന് പറഞ്ഞ് മരണത്തെ മാത്രം മതി, ഇനി മരിക്കാൻ എന്ന് പറഞ്ഞാൽ ഇനി മുൻപോട്ട് ഒരിക്കലും പോകാൻ കഴിയത്തില്ല, മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മരണത്തിനെ മുഖാമുഖം കണ്ടുകൊണ്ട് ചില വ്യക്തികൾ ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ പരിശുദ്ധൻ പറയുന്നു, ഇല്ല, നിന്റെ ദൗത്യം, ദൈവമിട്ട ദൗത്യം പൂർത്തീകരണം നടന്നിട്ടില്ല, അത് ഇനിയും ഓടാനുണ്ട്, ഇനിയും അനേക ദൂരം യാത്ര ചെയ്യാനുണ്ട്. നിനക്ക് വേണ്ടി സ്തോത്രം ചില കാര്യങ്ങൾ ചിലർക്ക് വേണ്ടി ചെയ്യേണ്ടതിനും ദൈവരാജ്യത്തിനകത്തേക്ക് ചിലരെ എഴുന്നേൽപ്പിക്കേണ്ടതിന് നിന്റെ മേലൊരു പദ്ധതി കിടക്കുമ്പോൾ നീ അവസാനിപ്പിക്കാൻ ശ്രമിക്കരുത്. പരിശുദ്ധൻ പറഞ്ഞു, നിന്നെ
ഇന്ന് രാത്രി കൈക്ക് പിടിച്ച് ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുന്ന ദൈവകരമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആരൊക്കെയോ പറഞ്ഞു, ഏതൊക്കെയോ വാക്കുകൾ. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ക്ഷീണിച്ചു പോകാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ആ കാരണം എന്ന് പറയുന്നത് വളരെ വളരെ ചിന്തനീയമായ കാരണമാണ്. സ്തോത്രം. ആഹാബിന്റെ കൊട്ടാരത്തിനകത്തേക്ക് കയറി ദൈവശബ്ദത്തെ അറിയിക്കുമ്പോൾ ദൈവം അടുത്ത് പറയുകയാണ്, നീ കെരീത്തിനകത്തേക്ക് പോകാം. ആ കെരീത്തിനകത്തേക്ക് പോയി 3.5 വർഷത്തിന്റെ പ്രാർത്ഥനയുടെ ഒടുവിൽ അതെ ആ ദൈവശബ്ദം വെളിപ്പെടുകയാണ്, നീ എഴുന്നേൽക്കുക, സാരഫാത്തിലേക്ക് പോകുക. അവിടുന്ന് ശരിയായ ദൈവശബ്ദത്തിനനുസരിച്ച് ചലിക്കുന്ന ഏലിയാവിന്റെ മുൻപിൽ അടുത്തൊരു ദൈവശബ്ദം കേൾക്കാനായി അല്പം മിനിറ്റുകൾ നിൽക്കുമ്പോൾ ആ സമയത്ത് കയറി വന്ന ഒരു ശബ്ദം, അത് മാനുഷികമായ ശബ്ദമാണ്. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവികമല്ലാത്ത ശബ്ദങ്ങൾ നിന്നെ പാതി വഴിയിൽ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നിലുള്ള ദൗത്യത്തെ ദൈവം പൂർത്തീകരിക്കാൻ ദൈവം ശക്തനാണ്. ഫിലിപ്പ് ലേഖനത്തിനകത്തൊരു വാക്യം 1-ാം അധ്യായത്തിന് കാണുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ ശക്തനാണെന്ന് ഉറച്ചിരിക്കുന്നു. അങ്ങനെ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ് പറയുകയാണ്, ദൈവം ആരംഭിച്ചതിന്, ദൈവം തുടങ്ങിയതിന്, ദൈവം തുടക്കമിട്ടതിന് ഈ രാത്രിയിൽ കർത്താവ് പറയുന്നു, അത് ദൈവം നിങ്ങളിൽ തുടക്കമിട്ട ദൈവിക നിയോഗങ്ങളെ അവസാനിപ്പിക്കുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. അത് ആരംഭിച്ചത് ദൈവമാണെങ്കിൽ, തുടങ്ങിയത് സർവശക്തനാണെങ്കിൽ അതിനെ തുടച്ചു നീക്കാൻ ഉലകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ഇത് പറയുമ്പോൾ ചില വ്യക്തികളെ നോക്കി ആത്മാവിൽ ദൂത് കൈമാറട്ടെ. അവൻ ദൈവം ആരംഭിച്ചതിനെ പൂർത്തിയാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന ചില ഇരുളിന്റെ ശക്തികൾ ഇന്ന് രാത്രിയിൽ ആമേൻ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ കീഴടങ്ങാൻ പോവാ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പറയാം ശ്രീന സിസ്റ്ററെ, ഷീന ബിജോ, കർത്താവ് പറയുന്നു, നിനക്ക് പാതിയിൽ വഴി വെച്ച് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല ദൈവിക ദൗത്യങ്ങൾ, ദൈവിക നിയോഗങ്ങളും ദൈവിക ആമേൻ പദ്ധതികളെയും ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കും ദൈവിക പ്ലാനുകളെയും പകുതി വഴിയിൽ അവസാനിപ്പിച്ച് നിനക്ക് പോകാൻ കഴിയത്തില്ല. അതിനെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, ദൈവത്തിന്റെ ഒരു പ്ലാനുണ്ട്, ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ ഗോഡ്സ് പ്ലാനിന്റെ അകത്താണ് നീ നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, എത്ര വലിയ ശബ്ദങ്ങൾ ഉയർന്നു വന്നാലും അല്പനേരത്തേക്ക് നിന്നെ ക്ഷീണിപ്പിക്കാൻ, പക്ഷെ തകർക്കാൻ ഒക്കത്തില്ല. നിന്നെ അവിടെ നിന്ന് ബലപ്പെടുത്തി എഴുന്നേൽപ്പിച്ച് ശക്തീകരിക്കുന്ന ഒരു കരമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ ഈ സൂം മീറ്റിങ്ങിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ ആത്മാവിൽ പ്രവചിച്ച് പറയാം, നിങ്ങളുടെ യാത്രകൾക്കകത്ത് നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു ആത്മകരമുണ്ട് ഇന്ന് രാത്രി. അത് അസാധാരണമായി എല്ലാ മേഖലകൾക്കകത്തേക്ക് ഒരു നിറവായി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആ ഏലിയാവ് കഴിച്ച ആഹാരത്തിന്റെ ബലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങി നമുക്ക് വചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്ഷീണിപ്പിച്ച ക്ഷീണങ്ങളുടെ പകരമായി സ്വർഗീയ ഭോജനം. ഇതുവരെ നമുക്കറിയാം, കാണാൻ കഴിയുന്നത് തോട്ടിലകത്ത് കാക്ക കൊടുത്ത അപ്പുറച്ചയുണ്ട്. അതോടൊപ്പം തന്നെ അത് കഴിയുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ, 3.5 വർഷം കഴിയുമ്പോൾ ആ വിധവയുടെ സരാഫാത്തിലെ വിധവയുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് കഴിച്ച ആഹാരമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ സ്തോത്രം, പല സ്ഥലങ്ങളിൽ ആഹാരം കഴിച്ചതായിട്ട് അല്ലെങ്കിൽ ഏലിയാവ് കഴിച്ച ആഹാരത്തെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന മനുഷ്യനല്ലേ ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം, ഈ തുടർമാനമായി ആത്മാവിൽ നടക്കാൻ കഴിയുന്ന തന്റെ മരണത്തെ മരണഭയത്തെ വാക്കുകൾ കൊണ്ട് ഒതുക്കിക്കളയാൻ ശ്രമിച്ച ആ വാക്കുകളുടെ ക്ഷീണത്തെ പൊട്ടിച്ചത് സ്വർഗീയ ആഹാരമാണ്, സ്വർഗീയ ഭോജനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ സൂം മീറ്റിങ്ങിനകത്ത് ചിലരുടെ മേൽ ദൈവം സ്വർഗീയ ഭോജനങ്ങൾ ഇട്ടെന്ന് രാത്രിയിൽ നിറയ്ക്കുകയാണ്. എന്തെന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിനകത്ത് വന്ന പരാജയങ്ങളെയും ക്ഷീണങ്ങളെയും
പറക്കത്തക്ക നിലകൾ ഈ രാത്രിയിൽ ചിലരുടെ മേൽ അത്യന്തമായിട്ട് അകത്തളങ്ങളിൽ ആത്മാവിൽ ശക്തീകരിക്കപ്പെടുന്ന നിലയിൽ ഇന്ന് രാത്രി ദൈവിക ഭോജനങ്ങൾ, ദൈവിക വചനം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടോ ഈ രാത്രി ദൈവം ചിലരെ ശക്തീകരിക്കുന്ന രാത്രിയാണ്. ആത്മാവിൽ ഈ രാത്രി റിസീവ് ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു പോകുക. നോക്കിക്കേ, നമുക്കറിയാം ഈ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ, വേഗത്തിലേക്ക് വചനത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ഒരു വേളയിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകാനും ആണയിടാനും തുടങ്ങിയ മനുഷ്യനെ സ്തോത്രം ശക്തനാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ആമേൻ. ശക്തമായ ആത്മധൈര്യമുള്ള എന്ന് പറഞ്ഞ ധൈര്യമുള്ള മനുഷ്യനാണ് പത്രോസ്. പക്ഷേ നമുക്കറിയാം, ഒരു പെൺകുട്ടിയുടെ മുൻപിൽ, ഒരു സ്ത്രീയുടെ മുൻപിൽ, ഒരു സഹോദരിയുടെ മുൻപിൽ ഇദ്ദേഹം ക്ഷീണിച്ചു പോവുകയാണ്, യേശുവിനെ തള്ളിപ്പറയുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഏറ്റെടുക്കണമെന്നുള്ള ദൈവീക കൽപ്പനകളുടെ നിറവിനകത്ത്, ആ കൽപ്പനകളുടെ ഒരു കാത്തിരിപ്പിനകത്ത് ഒരു നിറവ് വെളിപ്പെട്ടപ്പോൾ പിന്നീട് നമുക്കറിയാം, ഒരു മനുഷ്യനെയും ഭയപ്പെടാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന അടുത്ത തലങ്ങളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യനെയും കൂസാതെ, ഒരു മനുഷ്യനെയും നോക്കാതെ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്ന പത്രോസിനെ, ഭയപ്പെടാതെ നിൽക്കുന്ന പത്രോസിനെ, അവിടെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയിൽ ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമെന്ന് മനസ്സിലാക്കിയിട്ട് പത്രോസിന്റെ പ്രസംഗത്തിന്റെ വെളിപ്പാടിന്റെ ആ ശക്തി മനസ്സിലാക്കിയപ്പോൾ ആളുകൾ പറയുകയാണ്, ഇത് ദൈവത്തിൽ നിന്നും പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്ലാതെ മറ്റൊന്നുമല്ല. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഉറപ്പാക്കി പറയട്ടെ, നിന്നെ ഇന്നലെ കണ്ടതുപോലെയല്ല ആളുകൾ ഇന്ന് രാത്രിയിൽ കാണാൻ തുടങ്ങുന്നത്. ഇന്നലകളിൽ കണ്ടതുപോലെയല്ല ഇന്ന് രാത്രിയിൽ മിനിസ്ട്രിയെ കർത്താവ് വർദ്ധിപ്പിക്കുന്നത്. ഇന്നലകൾ കണ്ടതുപോലെയല്ല ഈ കൂടിവരവിനെ അടുത്ത ഡെസ്റ്റിനിക്കകത്തോട് പരിശുദ്ധാത്മാവ് തിരിക്കുന്നത്. ഈ രാത്രിയിൽ ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്യട്ടെ. ഞാൻ ഇന്ന് രാത്രി അഭിഷക്തനെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം അടുത്ത ഒരു തലത്തിലേക്ക് ഇതിനെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനമെല്ലാം ആശ്ചര്യം തോന്നുമാറ് പത്രോസിന്റെ യോഹന്നാനെ ധൈര്യം കാണുകയിൽ ആളുകൾക്ക് എന്ത് ചെയ്യും? ആശ്ചര്യം തോന്നി, ആശ്ചര്യപ്പെട്ടു. ഞാൻ പറയാ, ആമേൻ, കർത്താവിനോട് പറയുന്ന ഒരു കാര്യം പറയാം. ഇതിൽ ലോകരാജ്യങ്ങൾ ആശ്ചര്യപ്പെടത്തക്ക നിലകൾ, പലരും കണ്ട് ആശ്ചര്യപ്പെടത്തക്കലിൽ കർത്താവ് ഇതിനെ ശക്തമായി വർദ്ധിപ്പിക്കും. ശുശ്രൂഷകളിൽ ശക്തമായി വർദ്ധിപ്പിക്കും. അസാധാരണമായി ഒരു വലിയ വർധനവിന് പരിശുദ്ധാത്മാവ് ഇടും. ധൈര്യം കാണുകയിൽ, അവയുടെ കർത്താവ് പറഞ്ഞ ധൈര്യം കാണുകയിൽ, ആമേൻ, സാധാരണമല്ല അസാധാരണമായ സൂപ്പർ നാച്ചുറൽ തലങ്ങൾക്കകത്തോട്ട് പരിശുദ്ധാത്മാവിനെ മൂവ് ചെയ്യിക്കും. ഹല്ലേലൂയ. ഞാൻ ആ വചനത്തിലേക്ക് വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്നത് യേശു പറഞ്ഞൊരു ശബ്ദമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. നമ്മൾ ആ വാക്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഉയരത്തിലെ ശക്തി, ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തി എന്താ? ഉയരത്തിലെ ശക്തി, ആമേൻ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
ആമേൻ. കർത്താവ് പറയുന്നു, ആമേൻ, ചില ശരീരങ്ങൾക്കകത്ത് ഭയങ്കര ഹീലിംഗ് നടക്കുക. സ്തോത്രം. ഇതിനകത്ത് കർത്താവ് പറയുന്നു, ഈ യൂട്രസുമായി ബന്ധപ്പെട്ട് ഒരു ഭയങ്കര ഹീലിംഗ് നടക്കുക. ദ്രവിച്ചു പോയ ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു ഭയങ്കര സൗഖ്യങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണേ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉദരത്തിന്റെ അകത്ത് ലെഫ്റ്റ് സൈഡിനകത്ത് ഈ ഭയങ്കര പെയിനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒരു കമന്റ് എന്തെങ്കിലും നമ്മൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയണം. കർത്താവ് ഭയങ്കരമായ സൗഖ്യത്തെ ഈ രാത്രിയിൽ അയക്കുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സൂം മീറ്റിങ്ങുകൾക്കകത്ത് ഒത്തിരി ഡെലിവറൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഡെലിവറൻസുകൾ, ഒത്തിരി ഹീലിങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഹീലിങ്ങുകൾ. ഹല്ലേലൂയ. ഒടിഞ്ഞ് അകന്നിരിക്കുന്ന അസ്ഥി ദൈവ സാന്നിധ്യം ഇറങ്ങി കൂടിച്ചേർന്ന ടെസ്റ്റ് മണി ഈ ഞങ്ങളുടെ സൂം മീറ്റിങ്ങിനകത്ത് ഞാൻ കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കിഡ്നി സ്റ്റോണുകൾ ഞങ്ങളുടെ ഒരു പ്രഭാത പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ബ്രദറിന്റെ വൈഫിന് കിഡ്നി സ്റ്റോൺ ആയിട്ട് പ്രാർത്ഥനയ്ക്കകത്ത് ജോയിൻ ചെയ്തു. ആമേൻ. പ്രഭാതത്തിൽ ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത് അന്ന് പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കിഡ്നിക്കകത്തുണ്ടാകുന്ന സ്റ്റോണുകൾ ഒന്നും ഇല്ല, അതെല്ലാം അപ്രത്യക്ഷമായി പോകാനായിട്ട് തുറന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ശരീരങ്ങൾക്കകത്തോട്ടു വ്യാപരിക്കുമ്പോൾ, ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത ശക്തമായ സൗഖ്യങ്ങളും ആന്തരികമായ വിടുതലുകളാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഒരു നിറവ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാരംഭത്തിൽ കർത്താവ് പറഞ്ഞൊരു ഒരു ശബ്ദമാണ് കാണത്തക്ക നിലകളിൽ. പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. കാണത്തക്ക നിലയിൽ ഒരു റിസൾട്ട് കാണുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിനക്ക് കാണാൻ കഴിയുന്ന നിലയിലുള്ള റിസൾട്ട്, കാണാൻ കഴിയുന്ന നിലയിലുള്ള റിസൾട്ട് നിന്റെ കരത്തിനകത്ത് കർത്താവ് വെക്കാൻ പോകും. ലോർഡ് ജീസസ്. റാംസ്മനാദി പുനരുത്ഥാനത്തിന്റെ ശക്തി, ഉയരത്തിന്റെ ശക്തി, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം, അത് പരിശുദ്ധാത്മാവാണ്. ഉയർപ്പിന്റെ ശക്തിയാണ്. ആ ശക്തിയാണ് ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ലാസറെ പുറത്തുവാ എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് അവൻ തുറക്കരുതെന്ന് പറഞ്ഞ്, ഇത് തുറന്നാൽ നാറ്റം വെക്കുമെന്ന് പറഞ്ഞ ആ കല്ലറയുടെ കല്ല് നീക്കി ഒറ്റ വാക്കിനകത്ത് നാറ്റം വെച്ച് നിർജീവത്വം നിറഞ്ഞ ആ കല്ലറയുടെ അകത്തു നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വരികയാണ്. ദ്രവിച്ച് ചീഞ്ഞുപോയ ശരീരമായിട്ടുള്ള എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് വന്നവന്, ആമേൻ, സ്തോത്രം, ശക്തമായ ദൃഢതയുള്ള, ഉറപ്പുള്ള, സൗഖ്യമുള്ള, ഉറച്ച ശരീരത്തോടെയാണ് എഴുന്നേറ്റ് വന്നതെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ചില ശരീരങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ, ആമേൻ, ബലഹീന ശരീരത്തോടെ അല്ല എഴുന്നേൽക്കുന്നത്. ഇന്ന് രാത്രിയിൽ ബലഹീനതകൾ മാറി ബലമുള്ള ശരീരമായി ഈ രാത്രി പ്രാർത്ഥിച്ച്, ഇന്ന് രാത്രി പ്രാർത്ഥിച്ച്, റബാന ഹഡാറബാഷിയാൽ പ്രബോധൻ പ്രബേൻ ആന്ധ്രഹസ്ബന അർത്ഥനാദല പ്രപഞ്ചനത്തിനി അൽഖമ. യേശുവിന്റെ നാമത്തിൽ ചില ശരീരങ്ങൾക്കകത്തേക്ക് അസാധാരണമായ സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരികയാ. പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ഭയങ്കര സൗഖ്യങ്ങളുമായി ബന്ധപ്പെട്ട് അസാധാരണമായ ഹീലിംഗ് ഈ അവസാന നിമിഷം, ഈ അവസാന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, സമയത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഒരു ഭയങ്കര സൗഖ്യത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കും. സാക്ഷ്യം പറയത്തക്ക നിലകളിൽ ഉടയലബോ ശാന്തലബ റഗസ്മനാദിയ നുറുങ്ങിയ അസ്ഥികൾ പൊടിഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ കർത്താവ് പറഞ്ഞു. ഭയങ്കര ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങുക കേട്ടോ. ഭയങ്കര
ആത്മശക്തി ഇന്ന് രാത്രി ഇറങ്ങുക. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ആ ശരീരത്തിനകത്തോട്ട് ശിരസ് മുതൽ പാദം വരെ ഇടിച്ചിറങ്ങും ദൈവശക്തി ഇന്ന് രാത്രിയിൽ ചില ശരീരങ്ങൾക്കകത്തോട്ട് ഇറങ്ങി വ്യാപരിക്കുന്നു. അർദ്ധോരപച്ചാല ബൗഢാരപച്ചാല യേശുവിൻ നാമത്തിൽ ഭയങ്കര സൗഖ്യം, പുനരുത്ഥാനത്തിന്റെ ശക്തി ശരീരങ്ങൾക്കകത്തോട്ട് ഇറങ്ങുക. ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രിയിൽ ആ വാക്ക് ഞാൻ പറഞ്ഞ വേഗത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ശരണപ്പെടും. ഉയരത്തിലെ ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം. അത് പറഞ്ഞതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഒരു നിറവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിതാവിനോട് കേട്ട വാക്തത്വത്തിനു വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ വാക്തത്വത്തിനു വേണ്ടി നഗരം വിട്ട് വെളിയിൽ പോകരുത് എന്ന് പറയുമ്പോൾ ആമേൻ, നമുക്കറിയാം ആ യാത്രയിൽ അകത്ത് 120 പേരടങ്ങുന്ന ഒരു സംഘം, ആ സംഘത്തിൽ നിന്ന് ഒരു ഫാമിലി എമ്മുവേസിലേക്ക് പോകുകയും വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുക. പക്ഷെ ആ ഇറങ്ങിപ്പോകുന്ന യാത്രയിൽ യേശു അവരുടെ ചേർന്ന് നിന്നുകൊണ്ട് വചനത്തെ സംസാരിച്ച് അവർ തിരിച്ച് യെരൂശലേമിലേക്ക് വരുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ കർത്താവ് വചനം കൂടെ തന്ന് നമ്മോട് സംസാരിക്കുകയാണ്. എവിടെയൊക്കെയോ റിസൾട്ടുകൾ കാണാതിരുന്നിട്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്, കർത്താവിനെ തള്ളി പറഞ്ഞ കാര്യമല്ലേ പറഞ്ഞത്. ആമേൻ, റിസൾട്ട് ആ സ്ഥലത്തുണ്ടാകത്തില്ല, ഇനി ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു റിസൾട്ട് കാണാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, വീണ്ടും നിന്നെ അവിടേക്ക് വീണ്ടും കർത്താവ് ഇറങ്ങി വന്ന് ദൈവം നിന്നോട് സംസാരിച്ച് നിന്റെ അകത്ത് വചനം കൊണ്ട് ആത്മാവിൽ കത്തിച്ച് നിന്റെ അകത്തൊരു കത്തലുണ്ടായിട്ട് തിരിച്ച് നീ മൂവിനകത്തോട്ട് അടുത്തൊരു റിവൈവൽ പോർട്ടിനകത്തോട്ട്, അടുത്തൊരു റിവൈവൽ ഡെസ്റ്റിനിക്കകത്തോട്ട് എവിടെയാണോ അവിടേക്ക് നിന്നെ കർത്താവ് റീസെറ്റ് ചെയ്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗങ്ങളിലേക്ക് കർത്താവ് ഇന്ന് രാത്രി നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പരിശുദ്ധാത്മ പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർത്താവിന് എന്നോട് പറയുന്നൊരു ശബ്ദമുണ്ട്, നീ ആ 120 പേരുടെ സംഘത്തിനകത്തേക്ക് എത്തിപ്പെടുന്ന ആ നിമിഷം അവിടെ ഒരു ഭയങ്കര നിറവുണ്ടാകും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇത് രാത്രി പറയുമ്പോൾ ഒരു റിവൈവലുമായി ബന്ധപ്പെട്ട്, ഒരു അസാധാരണമായ റിവൈവലുമായി ബന്ധപ്പെട്ട ദൈവം ഈ ദിവസങ്ങളിൽ ഇതിനകത്ത് ചിലരെ റീസെറ്റ് ചെയ്യുക. രാമാശാന്തന ലബർത്തരാജിലി വർധനാജന പ്രവാചക. ഞാൻ ഇന്ന് രാത്രി പറയുമ്പോൾ എവിടെയൊക്കെ നിന്ന് പോയ കൂടിവരവുകളെ, കൂട്ടായ്മകളെ, എവിടെയൊക്കെ അവസാനിപ്പിച്ച ദൈവിക കൂട്ടായ്മ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പുകൾ, കൂടിവരവുകൾ കർത്താവ് റീസെറ്റ് ചെയ്യുക. മടുത്തിട്ട് പോയ, ഇനി ഒരു റിസൾട്ട് കാണുകയില്ലെന്ന് പറഞ്ഞ് ഭവനത്തിലേക്ക് എന്നതുപോലെ തിരിച്ചു പോകുന്നത് പരിശുദ്ധാത്മാവ് വീണ്ടും നിന്നെ അതേ സ്ഥലത്തെത്തിച്ച് അവിടെ ഒരു ഭയങ്കര സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ദൈവത്തിനകത്ത് ചിലരെ എഴുന്നേൽപ്പിച്ച് റീസെറ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്, അപ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ ആഗമനം, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് അവർ വീണ്ടും മർക്കോസിന്റെ മകളിമുറിയിലേക്ക് വരുന്നു. ആ കാത്തിരിപ്പിന്റെ ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവിടെ 2-ാമത്തെ അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ എല്ലാവരും പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. ആ വീട് ഭയങ്കര പ്രധാനം. 2-ന്റെ അവസാനത്തെ വാചകമാണ്, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഇന്ന് രാത്രി ഈ വചനം പറയുമ്പോൾ ഇരുന്ന വീട് മുഴുവനും, ഹല്ലേലൂയ. ഇരുന്ന വ്യക്തികൾ മാത്രമല്ല, വ്യക്തികളാണ് മാത്രമെന്ന് പറയുന്നില്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ആമേൻ, ഇരുന്ന വീട് മുഴുവനും ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ ആമേൻ, നീ ഇരിക്കുന്ന വീട് മുഴുവനും നിറയ്ക്കുന്ന ഒരു ആത്മശക്തി ഇന്ന് രാത്രി ഇറങ്ങുകയാണ്.
പ്രവചന ലാന്തർബാന, നീ ഇരിക്കുന്ന റൂം മുഴുവനും, നീ ഇരിക്കുന്ന സ്ഥലം മുഴുവനും, നീ ഇരിക്കുന്ന ഓഫീസ് മുഴുവനും, നീ യാത്ര ചെയ്യുന്ന വാഹനം മുഴുവനും ഇതുപോലെ ആത്മശക്തിയെ ചുമന്നുകൊണ്ട് നടക്കുന്ന റബാന, ദേഹത്ത് ആത്മശക്തിയെ ചുമന്നുകൊണ്ട് നടക്കുന്ന എന്താ 1:8 പറഞ്ഞെന്താണ്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മേൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് നോക്കിക്കേ, അകത്തു മാത്രല്ല വെളിയിലും കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഒരു വാഹനം മഞ്ഞിലൂടെ പോകുമ്പോൾ ആ വാഹനം മുഴുവനും മഞ്ഞിനകത്ത് നിറഞ്ഞു പോകുന്നു. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നാൽ അടുത്തൊരു കാര്യം നോക്കിക്കേ, അടുത്തൊരു തലം. ഈ നിങ്ങൾ ആ വാഹനത്തിന്റെ എല്ലാ വിൻഡോയും തുറന്നിട്ട് ഗ്ലാസുകൾ താഴെത്തി വെച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ആ മഞ്ഞ് അതിന്റെ അകത്തോട്ട് കൂടെ കയറും. ഹല്ലേലൂയ. ഒരു ദൂത് പറയാം. ഹല്ലേലൂയ. നീ ഇരിക്കുന്ന ഇടത്ത് മാത്രമല്ല, നിന്റെ അകത്തും കൂടെ നിറയ്ക്കുന്നതല്ലേ. ഹല്ലേലൂയ. ഇനി മറ്റൊരു ദൂത്, നീ ഇരിക്കുമ്പോ നിന്റെ അകത്തു മാത്രമല്ല നിറയും, നീ നിൽക്കുന്ന സ്ഥലം കൂടെ നിറയ്ക്കും. ഇരിക്കുന്ന ഇടം മാത്രം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന മുറി മാത്രം പ്രാർത്ഥിച്ചിരിക്കാൻ അകത്ത് നിറയുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത റൂമിലോട്ട് പോകുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ ചില ആളുകൾ പറയുന്നുണ്ട്, ആ റൂമിനകത്ത് കയറി ഭയങ്കര പ്രസൻസാ, ആ വീട്ടിലെ ആ പ്രാർത്ഥന മുറിക്കകത്ത് കയറി ഭയങ്കര പ്രസൻസാ. നോ, നീ ആ മുറിക്കകത്ത് മാത്രം കയറും അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം എല്ലാം നീ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, നീ ആ കിച്ചണിനകത്ത് നിൽക്കുമ്പോൾ, ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ, വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നീ എവിടെ പോയാലും നിന്റെ മേൽ ഇറങ്ങി വന്ന് വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ആത്മശക്തിയെ ദേഹത്ത് വഹിക്കാൻ കഴിയുന്ന, അതുപോലെ ആത്മശക്തിയെ ശരീരത്തിനകത്ത് അസാധാരണമായി ചുമക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ദൈവമക്കൾ, ഒരു കൂട്ടം അഭിഷക്തന്മാർ, ഒരു കൂട്ടം അഭിഷേകത്തെ വഹിക്കുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവത്തിന് ഇന്ന് ആവശ്യം. അവർക്ക് പ്രത്യേക അജണ്ടകളില്ല, അവർക്ക് പ്രത്യേകമാകുന്ന അജണ്ടകളില്ല. അവരുടെ മുമ്പിൽ എത്ര വലിയ, അവരെ ഈ ലോകത്തിന്റെ കണ്ണിനെ എന്താ പറയാ, അവരുടെ കണ്ണിനെ, അവരുടെ സകല മേഖലയിൽ കീഴടക്കുന്ന ഏതെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ വന്നാൽ അവർക്ക് അതിനകത്ത് നോട്ടമില്ല. എന്ന് പറയുന്ന നമുക്കറിയാം, വലിയ സമ്പാദ്യങ്ങൾ അവർ കട്ട് ചെയ്യുന്ന ഇത് കൊടുക്കേണ്ട കുറച്ച് മാറ്റി വെക്കുക. അവരുടെ ചിന്ത മാറിപ്പോയി. അവരകത്ത് വന്നത് വേറൊരു ചിന്തയാണ്. അതൊക്കെ സംബന്ധിച്ച് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവസാധ്യമായത് സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം Logramandias Manatia Brahadana. Hallelujah, hallelujah. Yes, come on. Amen, 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 amen. Network issue ആണ് പെട്ടെന്ന്. Amen. പ്രാർത്ഥിച്ചേ. Hallelujah. അപ്പോ ഇന്ന് രാത്രിയില് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർത്താവ് പറയുന്നത്, ആമേൻ, സ്തോത്രം, ഒരു ഭയങ്കര ഒരു ദൂതിലേക്ക് വന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് വരുന്ന പെട്ടെന്ന് ആ ദൂതിലേക്ക് നമുക്ക് വന്ന് പ്രാർത്ഥിക്കാം. വേഗത്തില് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്തോ ഒരു ഭയങ്കര നിറവ് ഈ മീറ്റിങ്ങിനകത്ത് കർത്താവ് അയക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ
ആ പോകുന്നിടത്തും എല്ലായിടത്തും അപ്പൊ അവരുടെ അൾട്ടിമേറ്റ് ആയിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് ആമേൻ അവര് ദേഹത്ത് വഹിച്ചുകൊണ്ട് കിടന്ന ആത്മസാന്നിധ്യം. ഹല്ലേലൂയ. കണ്ടോ, വീട് മുഴുവനും നിറച്ചപ്പോൾ അവരുടെ ശരീരത്തിനകത്തും പോലും ദൈവശക്തി ഇറങ്ങി. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നുണ്ടോ? ഇത് രാത്രി സൂമിനകത്ത് ഞാൻ പറയാം, ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ നിഴല് തട്ടി രോഗികൾ സൗഖ്യോ. ഹല്ലേലൂയ. ഇതിന് ആത്മാവിൽ നിങ്ങൾ സ്വീകരിച്ചില്ല വിഷയമല്ല. ഞാൻ ഈ പ്രസംഗിച്ചതിന് ശേഷം ഞാനതെല്ലാം ഇവിടെ ഇരുന്നിട്ട് ഒരു 15 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പ്രസംഗിച്ചതെല്ലാം ആത്മാവ് സ്വീകരിച്ചിട്ട് ഇവിടെ നിൽക്കത്തുള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ആരും സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ. സ്വീകരിച്ച സന്തോഷം, സ്വീകരിച്ചില്ലെങ്കിൽ അതിലും സന്തോഷം. കാരണം മുഴുവനും ദൂതം എനിക്ക് കിട്ടുമല്ലോ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആമേൻ പറഞ്ഞാൽ, നിങ്ങൾ കൈയടിച്ചില്ലെങ്കിൽ, നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വിഷയമില്ല. കാരണം ഈ ഒരു സീക്രട്ട് എനിക്ക് മനസ്സിലായപ്പോഴാണ് അതിന്റെ സത്യം പെട്ടെന്ന് എനിക്ക്. പിന്നെ അതുകൊണ്ട് എന്ത് ഇതുണ്ടെങ്കിൽ എനിക്ക് കാരണം പ്രസംഗിച്ചാൽ ജനത്തിന് അത് റിസീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ, അതിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷം. കാരണം ഞാൻ അതിനെ മുഴുവൻ റിസീവ് ചെയ്യും. കാരണം ഞാൻ പ്രസംഗിക്കുന്നില്ല, ഒത്തിരി നാളുകളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ അതിനെ റിസീവ് ചെയ്ത് ഞാൻ റിസൾട്ടുകളെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ചർച്ചിലും എൻ്റെ മിനിസ്ട്രിക്കകത്ത് എൻ്റെ ശുശ്രൂഷകൾ എൻ്റെ ദൈവമക്കളുടെ ഇടയിലൊക്കെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാരണം ഞാൻ അത് റിസീവ് ചെയ്യും, ഞാൻ എൻ്റെ ദൈവമക്കളുടെ മേലെ അത് റിവീൽ ചെയ്തിട്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതുപോലെ ആത്മാവിന്റെ ശക്തി, ആത്മസാന്നിധ്യം ശരീരത്തിനകത്ത് വഹിക്കാൻ, ചുമക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ 2-ാമത്തെ അധ്യായത്തിനകത്ത് എനിക്കറിയാം സമയം അവസാനിക്കാറായി, സമയം ആയി കഴിഞ്ഞു. ആമേൻ. 1-2 മിനിറ്റ് കൂടെ ഞാൻ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കും. ആമേൻ. ആമേൻ. 1-2 മിനിറ്റ് കൊണ്ട് കൂടെ ശ്രദ്ധിച്ചേ. 2-ാം അധ്യായത്തിനകത്ത് അവർ ഇരുന്ന് വീട് മുഴുവൻ നിറച്ചു. എന്തിനാ വീട് മുഴുവൻ നിറച്ചേ? അവരെ നിറച്ച പോരെ? നോക്കിക്കേ, എന്തിനാ വീടിനകത്ത് നിറച്ചേ? ഹല്ലേലൂയ. എന്തിനാ വീടിനകത്ത് നിറച്ചേ? ഹല്ലേലൂയ. അകത്തു മാത്രം നിറഞ്ഞാൽ നീ പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മാത്രമേ ഡെലിവറൻസ് നടക്കത്തുള്ളൂ. സ്തോത്രം. എന്നാൽ വീട് മുഴുവനും നിറച്ചു അതിനകത്ത് അവർ നിന്നതുകൊണ്ട് അവരുടെ റൂമാൽ, അവരുടെ വസ്ത്രം, അവരുടെ കരം, അവരുടെ നിഴല് പോലും, മനസ്സിലാകുന്നുണ്ടോ? ആ നിഴലിൽ പോലും ദൈവശക്തി ഇറങ്ങി. ഈ രാത്രി ഇത് പറയുമ്പോൾ ഭയങ്കരമായ ആത്മശക്തി ചില ശരീരങ്ങൾക്കകത്തോട്ട് ഇന്ന് രാത്രി ഭയങ്കരമായി പ്രബലപ്പെട്ട് ഇറങ്ങുക. ആത്മാവിൽ റിസീവ് ചെയ്താണ് കേട്ടോ. ആത്മാവിൽ റിസീവ് ചെയ്യണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോണം. ഇരിക്കുന്ന വീടിനകത്ത് ഭയങ്കര നിറവ്. ഈ രാത്രിയിൽ നിങ്ങളെ തൊടും ദൈവ സാന്നിധ്യം, നിങ്ങളെ ടച്ച് ചെയ്യും ദൈവ സാന്നിധ്യം, നിങ്ങളെ സ്പർശിക്കും ദൈവ സാന്നിധ്യം, നിങ്ങളെ ആത്മാവിൽ സ്പർശിക്കും. ലേധാരമ ശാന്തൽ പ്രമാനിയ ലൗസ്മനാദി ലൗറമനതയസി. ഹല്ലേലൂയ. 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 ഞാന് ഇന്ന് രാത്രി നിങ്ങളത് തെറ്റിദ്ധരിക്കില്ലേ ഒരു കാര്യം പറയാം. എൻ്റെ അകത്ത് പെട്ടെന്ന് വന്ന ആമേൻ. ഞാന് ഞങ്ങളുടെ ചർച്ചിനകത്ത് വചനമൊക്കെ പ്രസംഗിച്ചേച്ച് ആമേൻ ചില ടൗലൊക്കെ കൊണ്ടുവന്ന് ഞാൻ രോഗികളുടെ മേലെ കൈ ഇടും. അപ്പൊ അത് സൗഖ്യമായിട്ടുണ്ട് ഒത്തിരി. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന പിള്ളേർ എന്ത് വെച്ചിട്ടുണ്ട്, ഈ ടൗലിന് വേണ്ടി അടിയ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്തിനാന്ന് ചോദിക്കും, പറയും ഞങ്ങളുടെ അടുക്ക രോഗിയുണ്ട്, അവരുടെ മേൽ കൊണ്ട് ഇടാന്. മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ടൗല് മേടിച്ച് എന്ത് ചെയ്യും, കൊണ്ടുപോകും രോഗിയുടെ മേൽ. അങ്ങനെ ഒത്തിരി ആളുകൾ ഹീലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ദേഹത്ത് ദൈവ സാന്നിധ്യം വഹിച്ചാൽ നീ ധരിക്കുന്ന വസ്ത്രം തൊടുന്നവർ പോലും ഹീലാകും. ഹല്ലേലൂയ. യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ 12 വർഷത്തിന്റെ രക്തസ്രാവം നിന്നെങ്കിൽ, ആമേൻ, പത്രോസിന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമായെങ്കിൽ, അപ്പോസ്തലന്മാർ റൂമാല് കൊണ്ടിട്ട് രോഗികൾ സൗഖ്യം. ഇത് വചനത്തിലില്ലാത്ത, വചനത്തിനകത്തുള്ള കാര്യം ഇന്ന് രാത്രി പറഞ്ഞു. വചനത്തിനകത്തുള്ള കാര്യം പറഞ്ഞു. രാത്രി ആരും വചനത്തിലില്ലാത്താണെന്ന് പറഞ്ഞു വരല്ലേ. വചനത്തിനകത്തുള്ള കാര്യം പറയുന്നത്. ഈ രാത്രി ദേഹത്ത് ദൈവ സാന്നിധ്യം വഹിക്കുന്ന നിന്റെ ടൗലോ, നിന്റെ റൂമാലോ, നിന്റെ ഷോളോ ഒരു വ്യക്തിക്ക് കൊടുത്താൽ, അവൻ ധരിച്ചാൽ അവന്റെ മേൽ സൗഖ്യം നടക്കുന്നു.
ലറബഹാന്തനമ കാണ്ടലവ തീബൽക്കര ധമസന്തര റാഖതലബ ശതര. ഇന്ന് രാത്രി വീടിനകത്ത് ഏതെങ്കിലുമൊക്കെ രോഗികൾ വന്ന് പ്രാർത്ഥിച്ച് നിന്റെ ഷോള് കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, സഹോദരി നീ ഇത് ഉപയോഗിച്ചോ, നീ കൊണ്ടുകൊള്ളം പറഞ്ഞു. ഹല്ലേലൂയ. ഇത് അവളുടെ തലയ്ക്കകത്തോട്ട് ഇട്ടാൽ അവൾ ഓൾറെഡി സൗഖ്യം നടക്കും. വിശ്വസിക്കുന്നവരെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ആമേൻ പറഞ്ഞ് വിശ്വസിക്കുന്നവരെ സ്വീകരിച്ചോണം. ഇങ്ങനെയുള്ള ഒരു അസാധാരണമായ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുക. ഇന്നലകളിൽ ഓട്ടം അവസാനിപ്പിച്ച്, ഇന്നലകളിൽ മതി എന്ന് പറഞ്ഞ്, മടുത്തെന്ന് പറഞ്ഞ് പടകം വല എടുക്കാൻ പോയ ശിഷ്യന്മാരെ തിരിച്ചു കൊണ്ടുവന്ന് ഉയരത്തിന്റെ ശക്തിയെ കൈമാറിയ ശിഷ്യന്മാരുടെ ശുശ്രൂഷകൾക്കകത്തും പ്രാർത്ഥനകൾക്കകത്തും അസാധാരണമായ ഡെലിവറൻസുകൾ. പ്രഭാനി അമ്മയുടെ ഗർഭം ഉന്നതനായ മനുഷ്യനെ കരത്തിൽ പിടിച്ചിട്ടോ വെള്ളിയമ്പന് ഞങ്ങൾക്കില്ല, ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നോക്കുന്നില്ല, ധൈര്യത്തോടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക. ആ നിമിഷം തന്നെ മനുഷ്യൻ എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് അവന്റെ നരിയാണിയും കാലും ഉറച്ചു. അവൻ തുള്ളിയും ചാടിയും കൊണ്ട് ആലയത്തിനകത്തേക്ക് കയറി. ഇന്ന് രാത്രിയിൽ ഏറ്റെടുക്ക ദൈവശക്തി, മടങ്ങി ആത്മസാന്നിധ്യത്തെ ഇന്ന് രാത്രി ഏറ്റെടുക്ക. സമസ്ത മേഖലകൾക്കകത്ത്, എല്ലാ മേഖലകൾക്കകത്ത് ഇന്ന് രാത്രി റിസൾട്ടുകൾ പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി റിസീവ് ചെയ്താട്ടെ ആത്മസാന്നിധ്യത്തെ. ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ ആമേൻ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഇങ്ങനെ ചില അസാധാരണമായ ശക്തമേറിയ ആ സൗഖ്യത്തിന്റെ റിസൾട്ടുകളുടെ കാണത്തക്ക നിലകളിൽ, റിസൾട്ടുകൾ കൈമാറത്തക്ക നിലകളിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ, ഈ കൂടിവരവിനെ പരിശുദ്ധാത്മാവ് ശക്തമായി വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഇതിനെ അസാധാരണമായി ദൈവ കൂടിവരവിനെ വർദ്ധിപ്പിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് രാത്രി ഒരു നിമിഷം ആമേൻ ശാരീരികമായി രോഗത്താൽ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചു. ഞാൻ 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് യേശുവിൻ നാമത്തിൽ. യേശുവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി കേൾപ്പിക്കപ്പെട്ട വചനത്തിന്റെ മുൻപാകെ ഈ രാത്രിയിൽ ആത്മശക്തി ഇന്ന് രാത്രിയിൽ തന്റെ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. സൗഖ്യത്തിന്റെ കാര്യം ഇന്ന് രാത്രിയിൽ മക്കളുടെ ശരീരങ്ങൾക്ക് മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ശരീര തലങ്ങൾക്കകത്ത് ഹീലിംഗ് ഉണ്ടാകട്ടെ. ഭയങ്കരമായ അസാധാരണമായ സൗഖ്യം ഇന്ന് രാത്രി ശരീരങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ. ഈ ഹൃദയത്തിനകത്ത് ഈ കുത്തുന്നത് പോലെയുള്ള അസ്വസ്ഥതകൾ ശരീരത്തിനകത്ത് ചില ദിവസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. യേശുവിൻ നാമത്തിൽ ഹീലാകുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, ഈ ദൈവമക്കളെ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്യുന്ന കൂട്ടായ്മ അനുഗ്രഹിക്കുന്നു. ഇത് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ അഭിഷേകത്തിനെയും കർത്താവിന്റെ ദാസിയെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്യുന്ന സകല ദൈവമക്കളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തിയാൽ ദൈവജനം നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഇതിനകത്ത് നിറയപ്പെടട്ടെ. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വിവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ആമേൻ ഈ കൂടിവരവിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ അഭിഷിക്തനോടും ദാസിയോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, 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 ആമേൻ.